മഴത്തോട് തമ്മിൽ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ഗോവർദ്ധനും ബാലേന്ദ്രനും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് ട്ടോ. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷമാണെങ്കിൽ നമ്മളെ ഗോവർദ്ധനാണെങ്കിൽ അലീനയെ കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഒരു വിഷമം കണക്കൊക്കെ നമ്മൾ അലീനയെ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഗോവർദ്ധനാണെങ്കിൽ എന്നിട്ട് നമ്മളെ ഗോവർദ്ധന യാത്ര പറഞ്ഞൊക്കെ അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ ബാലേന്ദ്രൻ പറയുന്ന മോളെ എനിക്കൊരു വല്ലാത്തൊരു ടയേർഡായിരിക്കുന്നു. മോളൊരു ചായ ഇട്ടിട്ട് മേളിലോട്ട് വരാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ അലീനയാണെങ്കിൽ ചായയൊക്കെ കൊണ്ട് പോകുന്നുണ്ട് ട്ടോ. ആ സമയത്ത് നമ്മളെ ബബിത ആണെങ്കിൽ പറയുന്നുണ്ട് ചേച്ചി അച്ഛൻ്റെ ആ ഒരു മുഖത്തിൻ്റെ ഒരു ഭാവമൊക്കെ കണ്ടിട്ടാണെങ്കിൽ ചേച്ചിക്കാണെങ്കിൽ തങ്ങാനുള്ള സേഫായ സ്ഥലമൊക്കെ അച്ഛൻ കണ്ടെത്തിയെന്നാ തോന്നിയെന്നൊക്കെ നമ്മളെ ബബിതയും കൃഷ്ണമോള് രോഹിതൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അലീനയാണെങ്കിൽ ചായയും കൊണ്ട് നേരെ ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് ബാലേന്ദ്രൻ അവിടെ ചെന്ന കാര്യങ്ങളെല്ലാം ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ സ്റ്റാലിൻ്റെ കാര്യമൊന്നും ബാലേന്ദ്രൻ പറയുന്നില്ല. അങ്ങനെ നമ്മൾ അലീന പറയുന്നുണ്ട് കേട്ടിട്ട് എനിക്ക് അത്ര ഒരു നല്ലതായിട്ട് തോന്നില്ല അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല മോളെ അവിടെ നിനക്കാണെങ്കിൽ ഒരു ഷെൽട്ടർ കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ കണക്ക് സേഫ് നീ എവിടെയും ഉണ്ടായിരിക്കത്തില്ല എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. കിട്ടിയാൽ കൊള്ളാന്നൊക്കെ നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ അലീനെ ഇങ്ങ് താഴോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അലീന അങ്ങ് താഴെ വരുന്ന സമയത്താണെങ്കിൽ അവിടെ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. എന്താ അച്ഛനാണെങ്കിൽ അലീന ചേച്ചിയെടുത്ത് പറഞ്ഞതെന്നറിയാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് എന്തായി ചേച്ചി അച്ഛൻ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അലീന പറയുന്നുണ്ട് ആ ഏകദേശം എല്ലാം ശരിയായെന്ന് മോളെ അച്ഛൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അലീന പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റാ മോളെ നിങ്ങളെയൊക്കെ കാട്ടും സങ്കടം എനിക്കുണ്ട്. പക്ഷെ ഞാനത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അലീന ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്നത്. അപ്പം എല്ലാവരും അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നതൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ പ്രൊമോ റിവ്യൂ അവസാനിച്ചത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.